എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാജേഷ്. ഇന്ന് നമ്മുടെ സ്പോർട്സ് ന്യൂട്രീഷൻ സ്റ്റഡി ക്ലാസ്സിൽ സ്പോർട്സ് ന്യൂട്രീഷൻ പിരമിഡ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്പോർട്സ് ന്യൂട്രീഷൻ പിരമിഡ്, അതായത് നമ്മൾ സ്പോർട്സ് ന്യൂട്രീഷനിൽ എന്തിന് പ്രിഫറൻസ് കൊടുക്കണം, എന്തിന് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ എല്ലാവരും സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നത് കുറേ സപ്ലിമെൻറ്റ്സ്, കുറേ പ്രോട്ടീൻ പൗഡേഴ്സ്, കുറേ ഇലക്ട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഡ്രിങ്കുകൾ, ഇങ്ങനെയുള്ള സംഗതികളായിരിക്കും. പക്ഷേ ഇതിനൊക്കെ ശരിക്കുള്ള ഒരു സ്പോർട്സ് ന്യൂട്രീഷൻ ഡയറ്റ് പ്ലാനിൽ ഇതിൻ്റെയൊക്കെ സ്ഥാനം എന്താണ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു പിരമിഡ് കാണിക്കാം. പിരമിഡ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ ബേസ് വളരെ വാസ്റ്റ് ആൻഡ് വൈഡ് ആയിരിക്കും. മേളിലേക്ക് പോകുന്തോറും അത് കോണിച്ച് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പിരമിഡ്. ഈ പിരമിഡിൻ്റെ ബേസ് നമ്മൾ നിറച്ചേക്കുന്നത് എന്തിനെ കൊണ്ടാണ്? ബാലൻസ്ഡ് ആഡിക്വേറ്റ് ഓവറോൾ ന്യൂട്രീഷനെ കൊണ്ടാണ്. അതായത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ, ഹോൾ ഫുഡുകൾ, സമീകൃതമായ ആഹാരം, നല്ല ഹൈഡ്രേഷൻ, പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഇതിൻ്റെ ബേസ് നിറച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ എന്താ വരുന്നത്? ഫുഡിൻ്റെ ടൈമിംഗ് ആണ് വരുന്നത്. സോ ആദ്യം ഇമ്പോർട്ടൻസ് വരുന്നത് എന്തിനാണ്? നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിനാണ്. ഹോൾസം ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഫുഡിൻ്റെ ടൈമിങ്ങിനുള്ളത്. അതായത് എപ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വർക്കൗട്ടിന് മുമ്പ് കഴിക്കാം, ശേഷം കഴിക്കാം, ഇങ്ങനെയുള്ള സമയത്തെ ക്രമീകരിക്കുന്നതിനാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. ഇനി അതിൻ്റെ മുകളിൽ ചെറിയ പോർഷൻ, ഈ മുകളിലത്തെ ഏറ്റവും ചെറിയ ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ സപ്ലിമെൻറ്റ്സ്. അതായത് നമ്മൾ ഈ കഴിക്കുന്ന ക്രിയാറ്റിനിൻ, കഫീൻ, പ്രോട്ടീൻ, ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സിനെല്ലാം ഈ സ്ഥാനമാണ് ഉള്ളത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്തിനാണ്? എപ്പോഴും പ്രോപ്പർ ബാലൻസ്ഡ് ന്യൂട്രീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ആസ് ആൻ അത്ലറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ബാലൻസ്ഡ് ന്യൂട്രീഷനിലാണ്, അല്ലാതെ സപ്ലിമെൻറ്റ്സിൽ അല്ല. സപ്ലിമെൻറ്റ്സ് ഒരു കൺവീനിയൻസ് ആണ്. സപ്ലിമെൻറ്റ്സിന് ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന എന്താണ്? സപ്ലിമെൻറ്റ്സിന് എല്ലാവരും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ബാക്കി ബാലൻസ്ഡ് ന്യൂട്രീഷന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പിരമിഡ് പെട്ടെന്ന് തന്നെ താഴോട്ട് വീണു പോകും.